നോക്കാൻ പോകുന്നത് ബറോസിൻ്റെ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ബറോസ് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങാനായിട്ട്. ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷ വാർത്ത. അടുത്ത മാസം 10-ന് ബറോസ് മൂവി തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ. അത് നമ്മൾ ബറോസിൻ്റെ സിനിമേനെ പറ്റിയുള്ള കുറച്ച് പോസ്റ്റേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബറോസ് മൂവീൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ്. അപ്പം പോസ്റ്റേഴ്സിലെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് പോസ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് പോസ്റ്ററിലെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് നടി ഫെഡറിന ജോൺസണും, പിന്നെ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല, ഏതോ ഇതിൻ്റെ അകത്തുള്ള ഒരു നടിയാവാം. പിന്നെ നമ്മുടെ മോഹൻലാൽ മുട്ടയടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ കുറേ വെള്ളക്കാരും ഉണ്ട്. വെള്ളക്കാർ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഈ സിനിമയിലൊക്കെ പറയുന്നത് കേട്ടില്ലേ, വെള്ളക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ. കുറച്ച് വെള്ളക്കാരും പിന്നെ നമ്മുടെ മോഹൻലാൽ എവിടെ കൈ കുത്തി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതൊരു മെത്തയാണെന്നാണ് തോന്നുന്നത്. അടുത്ത പോസ്റ്ററിലേക്ക് പോകും. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ മോഹൻലാൽ മുടിയൊക്കെ ഉണ്ട്. മോഹൻലാൽ മുടിയും താഴെയൊക്കെ വളർത്തിയിട്ടുണ്ട്. കയ്യിലൊരു രത്നവളയുണ്ട്. വളയല്ല, അത് കീകളാണ്, കുറേ കീകൾ, അത് സ്വർണ്ണ കീകളാണ്. ആ കീൻ്റെ വളൻ്റെ മുകളിൽ വലിയൊരു സ്വർണം കൊണ്ടുണ്ടാക്കിയ സ്വർണ്ണ കട്ടയുണ്ട്, കീൻ്റെ കട്ട. പിന്നെ നമ്മുടെ മോഹൻലാൽക്ക് ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഹിന്ദിക്കാരിടുന്നതിലുള്ള പാൻറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹൻലാൽ ഇട്ടിട്ടുണ്ട്. ഹിന്ദിക്കാരിടുന്ന കണക്കുള്ള ഓരോരോ പാൻറ്റ്. പിന്നെ നേരെ അപ്പുറത്ത് തന്നെ കുറേ ഒരു 4 വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ കഴുത്തിൽ ഒരു കുരിശുമാല ഉണ്ട്, കുരിശ്, ഒരു മാല, ഇതൊക്കെ ഉണ്ട്. പിന്നെ കൈമേൽ വലിയൊരു വടിയുണ്ട്, ഒരു വലിയൊരു കുന്തം എന്ന് വേണമെങ്കിൽ പറയാം. മുകളിൽ ചുവപ്പ് കളറ് 2 സപ്പോർട്ട്, പിന്നെ കുറേ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിൽ കുറേ മായാജാല കൊട്ടാരങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക്. മായാജാലം കൊണ്ട് നിർമ്മിത കൊട്ടാരമായിരിക്കാം അത്. ബാക്കിൽ വലിയ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പോസ്റ്ററിലൊക്കെ പോകാം. അടുത്ത പോസ്റ്ററിലെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കണ്ട വടി തന്നെയാണ്. അതിന് മുകളിലൊരു തുണി വിരിച്ചിട്ടുണ്ട്. പിന്നെ കഴുത്തിൽ കുറേ മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുട്ടയാണ്, വലിയൊരു താടിയാണ്, നടുവ് കൂടെ ഒരു നര പോകുന്നുണ്ട്. ബാക്കിലൊരു ഗിറ്റാറുണ്ട്. പിന്നെ 2 പന്തം കത്തിച്ചിട്ടുള്ളൊരു തീ ഉണ്ട്. പിന്നെ വലിയൊരു രാജാവിൻ്റെ കസാലയാണ് മോഹൻലാൽ കുത്തിരിക്കുന്നത്. ബാക്കിൽ വലിയ തൂണൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത പോസ്റ്ററിലേക്ക് പോകാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ മോഹൻലാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു വലിയൊരു രാജാവിൻ്റെ കസാലയിൽ ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അടുത്ത പോസ്റ്ററിൽ നിന്ന് കാണിക്കുന്നത് നമ്മുടെ മോഹൻലാൽ മുടിയൊക്കെ ഉണ്ട്. മോഹൻലാലിനൊരു കാർട്ടൂൺ രൂപത്തിലാണ് കാണിക്കുന്നത്. ഒരു പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് ബാക്കിലൊരു വലിയ കൊട്ടാരമുണ്ട്. പിന്നെ ഒരാൾ കാലൊക്കെ പൊത്തിച്ചിട്ട് ഇങ്ങനെ മോഹൻലാലിനെ കൈത്ത് വെട്ടാനായിട്ട് വാളും ചൂണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത്. അടുത്ത പോസ്റ്ററിലെന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ താടിൻ്റെ അകത്തൊരു ഹോൾ ഇട്ടിട്ട് ആരോ പുറത്തുനിന്ന് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ലുക്കിലാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. താടിൻ്റെ മുകളിൽ കുറേ വെള്ളപ്പാടകളൊക്കെ ഉണ്ട്. പിന്നെ മോഹൻലാൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നേരെ. അടുത്ത പോസ്റ്ററിലേക്ക് പോകും. അടുത്ത പോസ്റ്ററിലെന്ന് പറയുന്നത് എല്ലാവരും കണ്ടൊരു പോസ്റ്റർ തന്നെയാണ്. ഏതോ കാലം മോഹൻലാൽ ഒരു കുട്ടീനെ ഇങ്ങനെ കളിപ്പിക്കുന്നതാണ്. ഒരു കുട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാവാടയും കാര്യങ്ങളും ഇട്ടിട്ടാണ്. മോഹൻലാൽ ഒരു തൊപ്പി ഇട്ടിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കയ്യിൽ ഒരു ബ്രെഡ് ഇങ്ങനെ ചൂടാക്കാൻ വെക്കുന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. ഇതൊരു റൂമാണ്. ബാക്കിൽ 2 കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ പോസ്റ്ററിൽ കാണിക്കുന്നത്. നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോകും. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നത് നമ്മുടെ മോഹൻലാൽ എമ്പുരാനിലുള്ള ഒരു കോസ്റ്റ്യൂം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. എമ്പുരാനിൽ മോഹൻലാലിൻ്റെ ഒരു കോസ്റ്റ്യൂം പോലെ ഉണ്ട്. മോഹൻലാൽ നല്ല മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്, നല്ല താടിയുണ്ട്, കയ്യിലൊരു വാളൊക്കെ ഉണ്ട്. ഒരു വാളാണോ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു വാളാണ് കൈമേലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോകാം. അടുത്ത പോസ്റ്ററിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോഹൻലാൽ ഒരു മാജിക് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല മുടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ ഒരു കുട്ടി മോഹൻലാലിൻ്റെ നേരെ തൊട്ട അടിയിലുണ്ട്. ആ കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചിട്ടാണ് മോഹൻലാൽ നിൽക്കുന്നത്. ആ കുട്ടി നേരെ മോഹൻലാലിൻ്റെ പുതപ്പിൻ്റെ ചോട്ടിൽ തന്നെയുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ മുടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് മോഹൻലാൽ നിൽക്കുന്നത്. ബാക്കിൽ കുറേ മുത്തുകളും കാര്യങ്ങളും പവ്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോരോ
തുള്ളി 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 മഴ പെയ്യുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അടുത്ത പോസ്റ്ററിൽ പോകാം. അടുത്ത പോസ്റ്ററിൽ കാണുക മോഹൻലാൽ ഇച്ചിരി വയസ്സായിട്ടുള്ള ലുക്കാണ്. മോഹൻലാൽ ഇച്ചിരി വയസ്സായിട്ടുള്ള ലുക്കാണ് ഇതിൻ്റെ അത് കാണിക്കുന്നത്. അതായത് മോഹൻലാൽ ഒരു മറ്റേ ഇതൊക്കെ പുകച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ബീഡി സിഗരറ്റും കുറ്റി ഇങ്ങനെ പുകച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പുക ഇങ്ങനെ പോകുന്നുണ്ട്. അടുത്ത പോസ്റ്ററിലേക്ക് പോകും. അടുത്ത പോസ്റ്ററെന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ തൊപ്പ പോലത്തെ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. കാരണം മോഹൻലാലിന് നല്ല രീതിക്ക് തന്നെ മുടിയുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒരു തൊപ്പുള്ള കോട്ട് എടുത്ത് നമ്മളെ മോഹൻലാൽ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അടുത്ത പോസ്റ്ററിലേക്ക് പോകാം. അടുത്ത പോസ്റ്ററെന്ന് കാണിക്കുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ കവളിൻ്റെ അടുത്തായിട്ട് ഒരാൾ ഒരു ഇഷ്ടികയും പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ ചെറുപ്പകാല കുട്ടീനെയും ബാക്ക് തിരിഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മോഹൻലാലിൻ്റെ അമ്മയാണ് ഒരു കീ എടുത്തിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഈ ഗൂഗിളിൽ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോസാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിനിമ മൂവീസ് മലയാളം ടാക്സ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.